ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ ടോട്ടൽ ഇൻകം കാണാൻ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം കാണാനാണ് പഠിച്ചത്. ഇനി ആ ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് പഠിക്കേണ്ടത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ കംപ്ലീറ്റ് ആവും നമ്മുടെ. സോ ടാക്സ് ലയബിലിറ്റി, ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. പ്രൊസീജിയർ ഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സ് ലയബിലിറ്റി, എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ ഇൻകം we have to calculate the tax liability of the assessee. ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? സോ ടോട്ടൽ ഇൻകം മേ ഇൻക്ലൂഡ് സം സ്പെഷ്യൽ ഇൻകംസ്. ടോട്ടൽ ഇൻകത്തിൽ രണ്ട് തരം ഇൻകം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് സ്പെഷ്യൽ ഇൻകവും രണ്ട് നോർമൽ ഇൻകവും. സ്പെഷ്യൽ ഇൻകത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്പെഷ്യൽ ഇൻകത്തിൽ നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ടാക്സ് റേറ്റ് ഫ്ലാറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്പെഷ്യൽ ഇൻകത്തിന്റെ കാര്യത്തിൽ. ദെൻ നോർമൽ ഇൻകം ഉണ്ടാവും. നോർമൽ ഇൻകത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. സ്ലാബ് സിസ്റ്റം, അതായത് ഓരോ തട്ടായിട്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിന് തട്ടായിട്ട് തിരിച്ചിട്ട് ഓരോ സ്ലാബിലും ഓരോ റേറ്റ് ഓഫ് ടാക്സ്. അപ്പൊ റേറ്റ് ഓഫ് ടാക്സിന് വ്യത്യാസം ഉണ്ടാവും നോർമൽ ഇൻകത്തിന്റെ കാര്യത്തിൽ. സ്പെഷ്യൽ ഇൻകത്തിന്റെ കാര്യത്തിൽ ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും, റേറ്റ് ഓഫ് ടാക്സിന് വ്യത്യാസം ഉണ്ടാവില്ല. എത്രയാണോ സ്പെഷ്യൽ ഇൻകം ഉള്ളത് ആ മൊത്തം ഇൻകത്തിന്റെ മുകളിൽ സെയിം റേറ്റ് ഓഫ് ടാക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് സ്പെഷ്യൽ ഇൻകത്തിന്റെ പ്രത്യേകത. നോർമൽ ഇൻകം ആണെങ്കിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടോട്ടൽ ഇൻകം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ടോട്ടൽ ഇൻകം 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 12 ലാക്സ് റുപ്പീസ് ആണെങ്കിൽ അതിൽ ആ 12 ലാക്ക് റുപ്പീസിൽ 5 ലാക്സ് ഈസ് സ്പെഷ്യൽ ഇൻകം ആൻഡ് റിമൈനിങ് 7 ലാക്ക് ഈസ് നോർമൽ ഇൻകം എന്ന് വിചാരിക്കുക. 5 ലാക്ക് സ്പെഷ്യൽ ഇൻകവും 7 ലാക്ക് നോർമൽ ഇൻകം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5 ലാക്കിന്റെ മുകളിൽ നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് അപ്ലൈ ചെയ്യുക. എന്നാൽ സ്ലാബ് സിസ്റ്റം നമ്മൾ ഏതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും? റിമൈനിങ് 7 ലാക്ക് റുപ്പീസ് നോർമൽ ഇൻകം എന്ന് പറയുന്നതല്ലോ, അതിന്റെ മുകളിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ് സ്പെഷ്യൽ ഇൻകങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടാക്സ് റേറ്റുകൾ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ സ്പെഷ്യൽ ഇൻകംസ് ഓൺ വിച്ച് ഫ്ലാറ്റ് റേറ്റ് ഈസ് അപ്ലിക്കബിൾ. 3 തരം ഇൻകങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, 3 തരം ഇൻകങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത്. അത്തരം ഇൻകങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇൻകം കാഷ്വൽ ഇൻകം ആണ്. കാഷ്വൽ ഇൻകം ലൈക്ക് വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ, ഹോർസ് റേസ്, ഗാംബ്ലിംഗ്, ഗെയിംസ് എക്സെട്ര. ഇത്തരം കാഷ്വൽ ഇൻകം ആണെങ്കിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം അല്ല അപ്ലൈ ചെയ്യുന്നത്, ഫ്ലാറ്റ് റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. ആൻഡ് റേറ്റ് ഓഫ് ടാക്സ് ഈസ് 30%. 30% ടാക്സ് നമ്മൾ അപ്ലൈ ചെയ്യും ഓൺ ഗ്രോസ് എമൗണ്ട്. കാഷ്വൽ ഇൻകത്തിന് നമ്മൾ ഗ്രോസ് ചെയ്യണമല്ലോ, ഇൻറ്റു 100/70 വെച്ചിട്ട് ഗ്രോസ് ചെയ്തിട്ട് ഗ്രോസ് എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ 30% ആയിരിക്കും ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ 30% ആണ് ടാക്സ് ലയബിലിറ്റി വരുന്നത് കാഷ്വൽ ഇൻകത്തിന്റെ മുകളിൽ. രണ്ടാമത്തെ തരം സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത്തരം ഇൻകത്തെ നമ്മൾ സ്പെഷ്യൽ ഇൻകം എന്നാണ് പറയുന്നത്. അത്തരം ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റ്, ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ തരം സ്പെഷ്യൽ ഇൻകം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മൂന്നാമത്തെ സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൊത്തമായിട്ടും സ്പെഷ്യൽ ഇൻകം ആണ്. അതിന്റെ മുകളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, സ്ലാബ് സിസ്റ്റം അല്ല അപ്ലൈ ചെയ്യുന്നത്. അതും ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ആദ്യം നമുക്ക് ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഒന്നാമത്തെ സ്പെഷ്യൽ ഇൻകം ആയിട്ടുള്ള കാഷ്വൽ ഇൻകത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 30% ടാക്സ് റേറ്റ്. അടുത്ത രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻകം ആയിട്ടുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസിൽ അവർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഇഫ് ദ എബവ് മെൻഷൻ ക്യാപിറ്റൽ അസറ്റ്, ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് ഏതൊക്കെയാണ്? ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 12 months ഓർ ലെസ്. അങ്ങനെയാണെങ്കിലാണല്ലോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവുന്നത്. 12 മാസമോ അതിൽ കുറവോ ദിവസം കയ്യിൽ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്.
മാത്രമല്ല അതിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഓരോ ഷെയർസും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ട ടാക്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടയ്ക്കേണ്ട ടാക്സ് ആണ്. അത്തരം ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഈ പറയുന്ന ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറും യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടും ട്രാൻസ്ഫർ ചെയ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സ്പെഷ്യൽ റേറ്റ് ഓഫ് ടാക്സ് ഈസ് അപ്ലിക്കബിൾ ആസ് പെർ സെക്ഷൻ 111A. ഈ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 111A. അത് പ്രകാരം എങ്ങനെയാണ് റേറ്റ് ഓഫ് ടാക്സ് വരണേ നോക്കിക്കോളൂ കേട്ടോ. If the asset is transferred before 23/7/2024, ഈ ഡേറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചിട്ടുള്ള ഡേറ്റ് ആണിത്. If the asset is transferred before 23/7/2024, then the flat rate of tax is 15% on such income. ആ ഇൻകത്തിന്റെ മുകളിൽ അത്തരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ മുകളിൽ നമ്മൾ 15% ടാക്സ് ഈടാക്കുന്നത്. ഓക്കെ. And if the asset is transferred on or after 23/7/2024, 23/7/2024 ശേഷമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണതെങ്കിൽ 20% ആണ് അത്തരം ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് സെക്ഷൻ 111A ആണ്. അത് ട്രാൻസ്ഫർ ഡേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ട്രാൻസ്ഫർ ഡേറ്റ് അനുസരിച്ചിട്ട് അതാത് റേറ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ. അടുത്ത ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ മുകളിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ഫ്ലാറ്റ് റേറ്റ് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ രണ്ട് തരമുണ്ട് ഇവിടെ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓൺ വിച്ച് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്. ഹോൾഡിംഗ് പീരീഡ് ഈസ് മോർ ദാൻ 12 months. 12 മാസത്തേക്കാൾ കൂടുതൽ കൈവശം വെച്ചിട്ടാണ് നമ്മൾ ഈ എന്താണ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ കൈമാറണമെന്നുണ്ടെങ്കിൽ അത്തരം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. അത്തരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണത് എന്നുള്ളത് നോക്കിക്കോളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നമ്മൾ സെക്ഷൻ 112A ആണ് അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ 111A ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിന്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെക്ഷന്റെ പേര് 112A ആണ്. 112A പ്രകാരം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കിയോളൂ. ഇഫ് ദ അബവ് മെൻഷൻഡ് അസറ്റ്സ് ഹാവ് ബീൻ ട്രാൻസ്ഫർഡ് ബിഫോർ, ഇവിടെയും നമ്മൾ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 23/7/2024 മുമ്പാണ് നമ്മൾ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ടാക്സ് ലയബിലിറ്റി ഈസ് 10% ഓൺ സച്ച് ഇൻകം ഓവർ ആൻഡ് അബവ് 1 lakh. 1 ലക്ഷത്തിന് മുകളിൽ ആ ഇൻകം, അത്തരം ഇൻകത്തിലെ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഇൻകത്തിന്റെ മുകളിൽ 10% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, ചാർജ് ചെയ്യും നമ്മൾ. ഓൺ ദ ഫസ്റ്റ് 1 lakh rupees there is no tax. ആദ്യത്തെ 1 ലക്ഷത്തിന്റെ മുകളിൽ ടാക്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ അസസി ഗെറ്റ്സ് എ ഗെയിൻ ഓഫ് 2,50,000 on the transfer of listed shares before 23/7/2024, 23/7/2024 മുമ്പ് ഒരു ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ വിറ്റുകൊണ്ട് അയാൾക്ക് 2,50,000 2,50,000 ഗെയിൻ കിട്ടിയെന്ന് വിചാരിക്കുക. ആ 2,50,000 മുകളിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. 2,50,000 മുകളിൽ ആദ്യത്തെ 1 ലക്ഷത്തിന്റെ മുകളിൽ 1 lakhന്റെ മുകളിൽ ദർ ഈസ് നോ ടാക്സേ ഉണ്ടാവില്ല. ബാക്കി വരുന്ന 1,50,000 1,50,000 മുകളിൽ 10% റേറ്റ് ഓഫ് ടാക്സ് വരും. ദാറ്റ് ഈസ് 15,000 ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ കൈമാറിയിട്ട് ഇയാൾക്ക് 2,50,000 ആണ് ഗെയിൻ കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. അത് 23/7/2024 മുമ്പാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2,50,000 ഗെയിനിന്റെ മുകളിൽ ആദ്യത്തെ 1 lakhന്റെ മുകളിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട. ബാക്കി വരുന്ന 1,50,000 മുകളിൽ 10% വെച്ചിട്ട് ഇയാൾ ടാക്സ് അടയ്ക്കണം. ദാറ്റ് ഈസ് 15,000 ടാക്സ് വരും. ഇനി ഇയാൾ 23/7/2024 ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇഫ് ദ അബവ് മെൻഷൻഡ് അസറ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024, then the tax liability is slightly different. ഇവിടെ 10% ആണെങ്കിൽ ഇവിടെ 12.5% ടാക്സ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ എക്സംഷൻ ലിമിറ്റിന് കുറച്ചും കൂടെ കൂടുതലുണ്ട്. ആദ്യത്തെ 1,25,000 മുകളിൽ 1,25,000 മുകളിൽ ഇയാൾ ടാക്സ് അടയ്ക്കണ്ട. On the first 1,25,000 there is no tax. That is absolutely tax free. For example, if the assessee gets a gain of 2,50,000 on the transfer of listed shares after 23/7/2024, 23/7/2024 ശേഷം ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇയാൾക്ക് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,50,000 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ on the first 1,25,000 there is no tax.
ആൻഡ് റിമൈനിങ് 1,25,000 ബാക്കി 2,50,000 ആദ്യത്തെ 1,25,000 മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട, ബാക്കി വരുന്ന 1,25,000 മുകളിൽ ഇയാള് 12.5% ടാക്സ് അടയ്ക്കണം. ടാക്സ് ലയബിലിറ്റി വിൽ ബി 15,625. ഇതാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇത് കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് റേറ്റ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇഫ് ദ എബവ് മെൻഷൻഡ് അസറ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ബിഫോർ, അവിടെയും ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 23/7/2024 ശേഷമാണ്, മുമ്പാണ് ഇയാൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 24 മാസത്തിൽ കൂടുതൽ കൈവച്ചിട്ടാണ് ഇയാൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. അത്തരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരുന്നത്? 20% ഓൺ സച്ച് ഇൻകം ആണ് ടാക്സ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2010 ഒരു ലാൻഡ് മേടിച്ചിട്ടുണ്ട്. അത് 23/7/2024 മുമ്പായിട്ട് വിറ്റിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആ 10 ലക്ഷത്തിന്റെ മുകളിൽ 20% എനിക്ക് എന്ത് ചാർജ് ചെയ്യേണ്ടി വരിക? ടാക്സ് ചാർജ് ചെയ്യേണ്ടി വരിക. ഞാൻ ഇൻഡെക്സേഷൻ ചെയ്യും. 23/7/2024 മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ മുകളിൽ എനിക്ക് ഇൻഡെക്സേഷൻ ചെയ്യാൻ കഴിയും എന്നാണല്ലോ നിയമം പറയുന്നത്. സോ ഇൻഡെക്സേഷൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ 20% ആയിരിക്കും ടാക്സ് ലയബിലിറ്റി വരുന്നത്. ആൻഡ് ഇഫ് ദ എബവ് മെൻഷൻഡ് അസറ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ എന്താണ് ടാക്സ് റേറ്റ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അസസിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇൻഡെക്സേഷൻ ചെയ്തുകൊണ്ട്, കോസ്റ്റ് ഓഫ് അക്യൂസിഷനെ ഇൻഡെക്സ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സ് വിൽ ബി 20%. ഇനി ഇൻഡെക്സേഷൻ വേണ്ട എന്ന് എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഐ ക്യാൻ അവോയ്ഡ് ഇൻഡെക്സേഷൻ. അസസിക്ക് വേണമെങ്കിൽ ഇൻഡെക്സേഷൻ വേണ്ട എന്ന് തീരുമാനിക്കാം. കോസ്റ്റ് ഓഫ് അക്യൂസിഷനെ ഇൻഡെക്സ് ചെയ്യേണ്ട വിചാരിക്കാം. അങ്ങനെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ എത്ര റേറ്റ് ഓഫ് ടാക്സ് വരുന്നുള്ളൂ? 12% റേറ്റ് ഓഫ് ടാക്സ് വരുന്നുള്ളൂ. സോ 20% 12% അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അസസിക്ക് തീരുമാനിക്കാം. 20% അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻഡെക്സേഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇനി ഇൻഡെക്സേഷൻ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 12% ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഏതാണോ എനിക്ക് കൂടുതൽ ലാഭകരം ആ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യും, അസസി ചൂസ് ചെയ്യും. ഇതാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഇൻഡെക്സ് ചെയ്യണോ വേണ്ടയോ? 23/7/2024 മുമ്പുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ ഇൻഡെക്സ് ചെയ്യാം. 23/7/2024 ശേഷമാണെങ്കിൽ ഇൻഡെക്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? അസസിക്ക് തീരുമാനിക്കാം. ഇൻഡെക്സ് ചെയ്യുകയാണെങ്കിൽ 20% ടാക്സ് റേറ്റ് വരും. ഇൻഡെക്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 12% ടാക്സ് റേറ്റ് വരുന്നുള്ളൂ. ഇതാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒഴിച്ച്, so long term capital gain on transfer of property other than land and building, listed equity shares or units of mutual fund, അതായത് ജ്വല്ലറി, പെയിന്റിംഗ്, സ്കൾപ്ചേഴ്സ്, ഇത്തരം അസറ്റുകളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഷെയറും അല്ലാത്ത ബാക്കിയുള്ള അസറ്റുകൾ, അതാണ് ഏതൊക്കെ വരുന്നത്? ജ്വല്ലറി, പെയിന്റിംഗ്, സ്കൾപ്ചേഴ്സ്, ഇത്തരം അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്റെ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിക്കോളൂ. ഇഫ് ദ എബവ് മെൻഷൻഡ് അസറ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫർഡ് ബിഫോർ 23/7/2024 ആഫ്റ്റർ ഹോൾഡിംഗ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 24 months, ഈ 24 മാസത്തിനും കൂടുതൽ കൈവശം വെച്ചിട്ട് കൈമാറിയാലാണല്ലോ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആകുന്നത്. അങ്ങനെ 24 മാസത്തിന് ശേഷം 24 മാസത്തിന് കൂടുതൽ കൈവശം വെച്ചിട്ട് ഞാൻ ഇത്തരം അസറ്റുകൾ, ഏതൊക്കെ അസറ്റുകൾ? ജ്വല്ലറിയോ പെയിന്റിങ്സോ സ്കൾപ്ചേഴ്സോ കൈമാറിയിട്ട് എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്ന് വിചാരിക്കുക. ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 മുമ്പാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 20% ടാക്സ് റേറ്റ്. എനിക്ക് ഇൻഡെക്സേഷൻ പോസിബിൾ ആണ്. ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 മുമ്പാണെങ്കിൽ എനിക്ക് ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 ശേഷമാണെങ്കിലോ, ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ ഐ കനോട്ട് ഇൻഡെക്സേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ അസസിക്ക് ചോയ്സ് ഇല്ല. അസസിക്ക് ചോയ്സ് ഉള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ്, ഇൻഡെക്സേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത്.
ബാക്കി ജ്വല്ലറിയുടെ കാര്യത്തിലോ പെയിന്റിങ്സിന്റെ കാര്യത്തിലോ സ്കൾപ്ചേഴ്സിന്റെ കാര്യത്തിലോ അത് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് 23/7/2024 ശേഷമാണെങ്കിൽ എനിക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. ഇൻഡെക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്റെ ടാക്സ് റേറ്റ് എത്രയായിരിക്കും? 12.5%, 12.5% ആയിരിക്കും ടാക്സ് റേറ്റ് വരുന്നത്. അപ്പൊ ടാക്സ് റേറ്റ് കുറയും. ഇൻഡെക്സേഷൻ പറ്റാത്തത് കൊണ്ട് ടാക്സ് റേറ്റ് കുറയും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. സോ ഞാൻ ഇത് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. കാഷ്വൽ ഇൻകത്തിന്റെ മുകളിൽ rate of tax 30%. Short term capital gain on transfer of equity shares, units of mutual fund, section 111A പ്രകാരമാണെങ്കിൽ if the transfer rate is before 23/7/2024 ആണെങ്കിൽ 15%, ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 ശേഷമാണെങ്കിൽ 20%. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, സെക്ഷൻ 112A, അതിലെ ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 മുമ്പാണെങ്കിൽ ഫസ്റ്റ് 1,00,000 മുകളിൽ എനിക്ക് ടാക്സ് ഇല്ല. ബാക്കിയുള്ളതിന്റെ മുകളിൽ 10%. ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 ശേഷമാണെങ്കിൽ ഫസ്റ്റ് 1,25,000 മുകളിൽ എനിക്ക് ടാക്സ് ഇല്ല. ബാക്കിയുള്ളതിന്റെ മുകളിൽ 12.5% ടാക്സ് റേറ്റ് വരുന്നു. ഇനി ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ 23/7/2024 മുമ്പാണ് ട്രാൻസ്ഫർ ഡേറ്റ് ആണെങ്കിൽ എനിക്ക് ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റും. 20% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. 23/7/2024 ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അസസിക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ ഇൻഡെക്സ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം, അങ്ങനെയാണെങ്കിൽ 20% ടാക്സ് റേറ്റ് വരും. അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യാതെ എനിക്ക് ടാക്സ് റേറ്റ് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് 12% വരുന്നു. ആൻഡ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അതർ പ്രോപ്പർട്ടീസ്, അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 മുമ്പാണെങ്കിൽ 20% ഇൻഡെക്സേഷൻ പോസിബിൾ ആണ്. ട്രാൻസ്ഫർ ഡേറ്റ് 23/7/2024 ശേഷമോ അന്നോ ആണെങ്കിൽ 12% ടാക്സ് റേറ്റ്. ഇൻഡെക്സേഷൻ എനിക്ക് പറ്റില്ല, ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല, ഇൻഡെക്സേഷൻ പറ്റില്ല. അപ്പോൾ 12% എന്റെ ടാക്സ് റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ ഇൻകത്തിൽ വരുന്നത്. സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത് കാഷ്വൽ ഇൻകം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ അതർ പ്രോപ്പർട്ടീസ്. ഇത് മൂന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ സംബന്ധിച്ചിടത്തോളാണ്. ഇത് വൃത്തിയായിട്ട് പഠിക്കണം. After calculating the tax liability as above, you have to add 4% health and education cess add ചെയ്യേണ്ടി വരും. Okay. So in case of long term capital gain, the problem is silent about the type of property or the transfer date. Transfer date or type of property or കണക്കിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ you have to apply 20% tax rate. Okay. That's it. That's all about tax on special income. അടുത്ത നമ്മൾ കാണുന്നത് സ്ലാബ് സിസ്റ്റം ഓഫ് ടാക്സ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.